ത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഞങ്ങൾ മാറ്റി നിർത്തി എന്നതൊക്കെയാണ്. വത്സൻ തില്ലങ്കേരിയുടെ നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ വത്സൻ തില്ലങ്കേരി, ഈ വിഷയത്തിൽ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എല്ലാ ക്രമക്കേടും നടത്തിയത് എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ന്യായീകരണം. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ചുരുങ്ങിയത് ഒരു 10 വർഷമായി വന്ന വാർത്തകൾ അനുസരിച്ച് ശബരിമലയിലെ സന്നിധാനത്തെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്, നിർണയിക്കുന്നത്, അതിലെ ക്രയവിക്രയങ്ങളെല്ലാം അതിൽ തീരുമാനമെടുക്കുന്നത്, നിർവഹിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നാണല്ലോ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അപ്പൊ ഈ ദേവസ്വം ബോർഡ് എന്താ പണി? ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ചെയർമാനും എന്താ പണി? അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ് ജോലി? ഇതെല്ലാം ഒരാളെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ചില ആളുകൾ പറയാണ്, ഞങ്ങള് അന്നേരെ പറഞ്ഞിട്ടില്ല ഇയാളാണ് കുഴപ്പക്കാരൻ, ഞങ്ങള് കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? എത്ര വിരോധാഭാസമായിട്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്? അപഹാസ്യമാണ് ഇത്തരം വാദങ്ങൾ. അപ്പൊ ഇത് ശബരിമല പോലുള്ള വളരെ പവിത്രമായൊരു ക്ഷേത്ര സങ്കേതത്തിൽ, വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിൽ എന്തും നടക്കും, എന്തും നടത്താം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അത് കൈകാര്യം ചെയ്യുന്നവരുടെ കെടുകാര്യസ്ഥതയാണെന്ന് വ്യക്തമല്ലേ? അപ്പൊ അതുകൊണ്ട് എത്ര കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോ വന്നിരിക്കുന്നത് കേട്ടത് വെച്ച് പറയുകയാണെങ്കിൽ ആ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ബാക്കിയെല്ലാം അടിയിൽ പൂർന്നു കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയോ വർഷങ്ങളായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പൂജകൾ, അതുപോലെ തന്നെ അവിടുത്തെ സമർപ്പണങ്ങൾ, ഭക്തന്മാർ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, അതെല്ലാം ചെയ്യുന്നത് ഒരാളാണ് എന്ന് നേരത്തെയും ഇതുപോലുള്ള ചില അവതാരങ്ങൾ അവിടെ ധാരാളമായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത് സാധാരണക്കാരനായ ഒരു ഭക്തന് അവിടെ ശബരിമലയിൽ പോയാൽ ഒന്ന് തൊഴാൻ പോലുള്ള സൗകര്യം കൊടുക്കാതെ തള്ളി മാറ്റുന്ന, ബലം പ്രയോഗിച്ച് ഇട്ടിച്ച് പുറത്താക്കുന്ന ആളുകളുണ്ടല്ലോ. ഇവരെങ്ങനെയാണ് ഈ ശ്രീകോവിലിന് മുമ്പിൽ എപ്പോഴും വന്നിട്ട് നട തുറക്കുമ്പോഴെല്ലാം ഇത്തരം ആളുകൾ ഉണ്ടാവും? അവർ ബാക്കിയുള്ളവർക്ക് ദർശനം നടത്തുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് അവരങ്ങ് നിൽക്കുന്നുണ്ടാവും. ഇതൊന്നും ആരും അറിയാതെയാണോ? ഇതാരുടെയും പിന്തുണയില്ലാത്തതാണോ? ഇതാരുടെയും അനുവാദം ഇല്ലാതെയാണോ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്? അപ്പൊ ഇത് ഒറ്റപ്പെട്ട ഇത്തരം ചില ആളുകൾ മാത്രമാണോ ഇതിന് പുറകിലുള്ളത്? ഇതിന് പുറകിൽ വലിയ ആളുകളുണ്ട്, അവരുടെ പിന്തുണയുണ്ട്, വിഹിതവും പലർക്കും കിട്ടുന്നുണ്ട്. അത്തരം ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശബരിമലയുടെ വിശുദ്ധി നിലനിൽക്കേണ്ടതുണ്ട്. ഭക്തന്മാരുടെ പ്രാർത്ഥന, അത് ആ പ്രാർത്ഥനയെ ചൂഷണം ചെയ്യുന്ന, അവരുടെ ഭക്തിയെ ചൂഷണം ചെയ്യുന്ന, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്നവരെയും കൂടി ഈ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിൽ നിശ്ചയമായിട്ട് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡിന്റെ ആൾക്കാരും മേലെയുള്ള ആളുകൾ തന്നെയാണ് ഇവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരാൾ പറയാണ്, ഞാൻ വന്നപ്പോ ഇതൊന്നും ഉണ്ടായിരുന്നു, അപ്പൊ അതിന് മുമ്പിലുള്ള ആളുകളൊക്കെ അനുവദിച്ചു എന്നല്ലേ? അത് വേറെ ആരും ഒന്നല്ലല്ലോ. ഈ ഗവൺമെന്റ് നിയോഗിച്ച ആളല്ല, ഈ പാർട്ടി നിയോഗിച്ച ആളുകളല്ലേ? പാർട്ടിയുടെ ഒക്കെ കാര്യമായ ആളുകൾ തന്നെയല്ലേ? MLA ആയിരുന്ന ആളുകളും ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളുകളൊക്കെ അല്ലേ ഇതിനു മുമ്പിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയും. അപ്പൊ അവരുടെ കാലത്ത് ഇതൊക്കെ എന്താണ് അർത്ഥമുള്ളത്? അപ്പൊ അതുകൊണ്ട് ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ അവർക്ക് കൈകഴുകാൻ സാധ്യമല്ല. ഇതിനെല്ലാം ഉത്തരവാദികൾ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് അധികാരം ഒഴിയുകയാണ് വേണ്ടത്, അവർ രാജിവെക്കുകയാണ് വേണ്ടത്. ഗവൺമെന്റ് അവരെ പുറത്താക്കണം, ഇത്തരം ആളുകളെ പുറത്താക്കണം, ക്ഷേത്രത്തെ ശുദ്ധീകരിക്കണം. അത് വളരെ വ്യക്തമായി ഇവിടുത്തെ ഭക്തന്മാരുടെ ആവശ്യമാണ്. ശരി, വളരെ നന്ദി വത്സൻ തില്ലങ്കേരി. കെ അനിൽകുമാർ, CPM സംസ്ഥാന സമിതി അംഗം. ശ്രീ അനിൽകുമാർ, എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും, ഏതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് കുറ്റക്കാരെന്ന് പറഞ്ഞാലും ഇതിൻ്റെ രാഷ്ട്രീയപരമായ നേതൃതലത്തിലുള്ള ഉത്തരവാദിത്വം ഒഴിവാക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട് ഇത്ര വലിയ വ്യാപകമായ ഒരു ക്രമക്കേട് തട്ടിപ്പ് ഈ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ശ്രമം നടത്തിയ നീക്കം നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയെ തിരിച്ചറിയാതെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ? എന്തൊക്കെ അന്വേഷണം നടക്കട്ടെ എന്ന് വാദം ഉന്നയിച്ചാലും അതൊരു യാഥാർത്ഥ്യമല്ലേ? ശബരിമലയിൽ 18-ാം പടിയിൽ കയറി തലതിരിഞ്ഞു നിന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്തത് കേട്ടോ. ആ വ്യക്തിയാണ് ഇപ്പൊ സംസാരിച്ചിട്ട് പോയത്. ആചാരത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും ശബരിമലയുടെ പുരോഗതിയെക്കുറിച്ചും ലോകത്താണെങ്കിലും ശബരിമലയുടെ ചരിത്രത്തിൽ 18-ാം പടിയിൽ തിരിഞ്ഞു നിന്നിട്ടുണ്ടോ? അത്തരമൊരു വ്യക്തികളാണ് ശബരിമലയിൽ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരവതാരങ്ങളും ഇനി ശബരിമലയിൽ വേണ്ട എന്നാണ് അയ്യപ്പ സംഗമത്തിന്റെ അർത്ഥം. അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പരസ്യപ്പെടുത്തും. ആളുകൾക്ക് ദേവസ്വം ബോർഡുമായി നേരിട്ട് ഇടപാടുകൾ നടത്താം. ആചാരങ്ങൾ പാലിച്ച്, നിയമങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാം. ഒറ്റക്കൊറ്റക്ക് ഒരു പോറ്റിമാരും അങ്ങോട്ട് വരണ്ട. അതാണ് അയ്യപ്പ സംഗമം. അതിനെ എതിർത്ത ആളാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്, നിങ്ങളോട് പ്രതികരിച്ചത്. ശബരിമലയെ നന്നാക്കാൻ അനുവദിക്കില്ല.
പിന്നെ ഞങ്ങൾക്ക് അവിടെ ഭക്തന്മാരുടെ തല തേങ്ങ എറിയണം. ഇവരൊക്കെ കൂടി ശബരിമല നന്നാക്കാൻ നടക്കുകയാണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ഒന്നാമത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ടാണ് ഈ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഈ വ്യക്തിയെ ഒറ്റയ്ക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചതായ ഒരു ഉത്തരവ് കാണിക്കാം. ഞാൻ കണ്ട ഉത്തരവിൽ പറയുന്നത് തന്ത്രി, അതേപോലെ ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർ ഒരു ഉദ്യോഗസ്ഥ സംഘം അനുഗമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ കണ്ടത്. അത് പാലിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ പാലിച്ചിട്ടില്ലെങ്കിൽ അവര് കുറ്റവാളികളാവില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കാണോ? നിങ്ങളൊരു ഗവൺമെന്റും ഒരു ദേവസ്വം ബോർഡ് ഒരു നയപരമായ തീരുമാനമെടുത്താൽ ആ അനുവാദ പ്രകാരം പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥൻ കസ്റ്റോഡിയൻ ഉദ്യോഗസ്ഥനാണ്, പോറ്റിയല്ല. പോറ്റി ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ആത്മീയ കച്ചവടം നടത്താൻ അവസരം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഉത്തരം പറയേണ്ടി വരും. അല്ല, ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒഴിവാക്കിയിട്ട് ഇത് CPM-ന്റെ കുഴപ്പമാണ്, പാർട്ടി തീരുമാനിച്ചാണ് എന്നൊക്കെ RSSകാർ വന്ന് പറയുമ്പോഴത്തേക്കും അവരിതിനെ നന്നാക്കാനല്ല നടക്കുന്നതെന്ന് നാട്ടിലെ മുഴുവൻ പേർക്കും അറിയാം. അതുകൊണ്ട് കൃത്യമാണ്, വ്യക്തമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഉദ്യോഗസ്ഥന്മാരെ വിട്ട് ഒറ്റയ്ക്ക് ഈ പോറ്റിക്ക് എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ പോറ്റിയെ ഒറ്റയ്ക്ക് ഭാരം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകൃത്യമാണ്. ആ ഉദ്യോഗസ്ഥന്മാർ ആരാണെന്ന് വ്യക്തമാക്കപ്പെടും. അതിന്റെ ഭാഗമായ നടപടികൾ വരും. അതിലേക്ക് സർക്കാർ കിടക്കുന്നതിനെ തടയാൻ സർക്കാരാണ് കുറ്റക്കാർ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡാണ് കുറ്റക്കാർ എന്ന് മുൻവിധിയോടെ എടുത്തു ചാടുന്ന ആളുകള് യഥാർത്ഥത്തിൽ ശബരിമലയെ തകർക്കാൻ നടക്കുന്നവരാണ്. അവർക്ക് ശ്രീ അനിൽകുമാർ, നമുക്ക് ഉദ്യോഗസ്ഥരാണ് വീഴ്ച, നിങ്ങളുടെ ആ വാദം ഒരർത്ഥത്തിൽ ശരിവെക്കുന്നു. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഒരു നേതൃത്വത്തിൻ്റെ ഭാഗമല്ലേ? സ്വാഭാവികമായും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എത്തുക ആ ഭരണസമിതിയിലേക്കാണ്. പിന്നെ അന്വേഷണത്തിൽ വ്യക്തമാവേണ്ട കാര്യമാണ്. ഭരണസമിതിയിൽ ഉള്ളവർക്കും ഇതിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയാവേണ്ടതാണ്. ഞാനത് ആരോപണത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാകത്തില്ല. കേരളത്തിൽ കാലാകാലങ്ങളിൽ ഇടതുപക്ഷമടക്കം വിവാദ കാലഘട്ടങ്ങളിലൊക്കെ അത്തരം നിലപാടെടുത്തിട്ടുമുള്ളതാണ്. അതുകൊണ്ട് എല്ലാം ഉദ്യോഗസ്ഥരെ എന്ന വാദത്തിൽ എവിടെയാണ് കഴമ്പ്? ദേവസ്വം ബോർഡ് മാറി നിൽക്കണം എന്ന വാദത്തിന് അല്ലേ ഇപ്പോൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്? അല്ല, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന പാളിയില് ആവശ്യത്തിന് സ്വർണമില്ല, അത് ഏത് കുടിച്ചതാണെങ്കിൽ അത് മങ്ങലേറ്റു എന്ന് തന്ത്രിക്ക് ബോധ്യപ്പെട്ടു. തന്ത്രിയുടെ അനുവാദത്തോടെയാണ് ഇത് നന്നാക്കാൻ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന്റെ ഭാഗമായി ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ ഇത് അഴിച്ചെടുക്കുമ്പോൾ എഞ്ചിനീയർമാർ മഹസ്വത്തൊക്കെ തൂക്കണം, CCTV ഉണ്ടാവണം. ഇതടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടല്ലേ ദേവസ്വം അവിടെ ഇക്കാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡ് അനുവദിച്ചത്? അനുമതി നൽകിയ ദേവസ്വം ബോർഡുകാർ ശബരിമലയിലുണ്ടോ? ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല, പറയട്ടെ. അനുമതി നൽകിയത് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസ് വെച്ചിട്ട് അവര് ശബരിമലയുണ്ട് അഴിക്കുമ്പോ. അഴിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാർ അഴിക്കുമ്പോൾ കൂടെ ഇല്ലേ? ഉണ്ട്, CCTV-യിലുണ്ടല്ലോ. അവരവിടുത്തെ വീഡിയോ എടുത്തപ്പം അവരുടെ സാന്നിധ്യത്തിലാണല്ലോ. അത് കഴിഞ്ഞ് കൂടെ പോകേണ്ടവർ, ഉദാഹരണമായിട്ട് ഇത്തവണ പോയി